വിവാദത്തിന് തിരികൊളുത്തിയത് കടകംപള്ളിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. പാർട്ടി ഭരിക്കുന്ന നഗരസഭയെ കടകംപള്ളി പ്രതിക്കൂട്ടിൽ നിർത്തിയെന്നും മുതിർന്ന നേതാവിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണ് എന്നും പ്രശ്നം അതീവ ഗൌരവമുള്ളതാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ കടകംപള്ളിയെ ഇത്രമാത്രം രൂക്ഷമായി ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ വിമർശിക്കാനുള്ള സാഹചര്യം എന്താണ്? ശരിക്കും ഈ ഒരു വിവാദത്തിന്റെ ഉത്ഭവം അത് കടകംപള്ളിയിൽ നിന്നാണോ? തീർച്ചയായും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തലസ്ഥാനത്തെ റോഡുകളെല്ലാം കുഴിച്ചിട്ട നിലയിലാണ്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി, സ്മാർട്ട് റോഡുകളുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനമാണ് നടക്കുന്നത്. വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നു. പക്ഷേ അത് ആദ്യം കരാറുകാർ ഉപേക്ഷിച്ചു പോവുകയും പിന്നീട് പുതിയ കരാറുകാരൻ വന്ന് പണി ഏറ്റെടുക്കുകയും ഈ മാർച്ച് 31 മുമ്പ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതുമൊക്കെയാണ്. പക്ഷേ ഒരു ജില്ലാ വികസന സെമിനാറിലാണ്, നഗരസഭ നടത്തിയ ജില്ലാ വികസന സെമിനാറിലാണ് കടകംപള്ളി സുരേന്ദ്രൻ മേയർ ആര്യ ഉൾപ്പെടെ വേദിയിരിക്കുമ്പോൾ അതിരൂക്ഷ വിമർശനം, എല്ലാവരും ഞെട്ടിച്ചൊരു വിമർശനം നടത്തിയത്. ചിലർക്ക് ജനം വളരെയധികം ബുദ്ധിമുട്ടുന്നു, ജനങ്ങൾ കുരുങ്ങിക്കിടക്കുകയാണ്, സാധാരണക്കാർ പറയുന്ന ഒരു കാര്യം തന്നെയാണ് കടകംപള്ളി പറഞ്ഞത്. പക്ഷേ അത് പ്രതിക്കൂട്ടിലാക്കിയത് ഉദ്യോഗസ്ഥരെ പഴിചാരിയായിരുന്നു കടകംപള്ളിയുടെ വിമർശനം. അതായത് അഴിമതി നടക്കുന്നു, തിരുവനന്തപുരം നഗരസഭയിൽ അഴിമതി നടക്കുന്നു, പണം നൽകാതെ ഒന്നും നടക്കില്ലെന്ന ധ്വനിപ്പിക്കുന്ന വിമർശനമാണ് മേയറെ വേദിയിലെത്തി കടകംപള്ളി നടത്തിയത്. തൊട്ടുപിന്നാലെ അടുത്തൊരു പരിപാടിയിൽ മന്ത്രി വി ശിവൻകുട്ടിയും മേയറും ഒക്കെ പങ്കെടുത്ത പരിപാടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കടകംപള്ളിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ചിലർക്ക് ഇപ്പോഴും പഴയ കാര്യങ്ങളുടെ ഓർമ്മയാണ്, ചില കരാറുകാർക്ക് വേണ്ടിയുള്ള വിമർശന തരത്തിലുള്ള മറുപടി നൽകി. അത് പിന്നീട് വലിയ ചർച്ചയാവുകയും ചെയ്തു. ഭരണമുന്നണിയിലെ CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതിൽ മുഹമ്മദ് റിയാസ് ഈ വിഷയം CPM-ന്റെ സംസ്ഥാന നേതൃത്വം പരാതിയായി തന്നെ അറിയിച്ചതായും സൂചനകളുണ്ട്. തുടർന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വിഷയം ചർച്ച ചെയ്തത്. കടകംപള്ളിയുടേത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടി, പ്രത്യേകിച്ചും അദ്ദേഹത്തെ ഒരു മുതിർന്ന നേതാവിൽ നിന്ന് അംഗീകരിക്കാൻ കഴിയാത്ത നടപടി എന്ന വിലയിരുത്തലാണ് CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഉണ്ടായത്. ആ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ഞായറാഴ്ച ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ചത്. രൂക്ഷ വിമർശനമടങ്ങിയ റിപ്പോർട്ടാണ്. കടകംപള്ളി അനാവശ്യ വിവാദം ഉണ്ടാക്കുകയായിരുന്നു, പാർട്ടി ഭരിക്കുന്ന നഗരസഭയെ പ്രതിക്കൂട്ടിൽ നിർത്തി, മേയർ വേദിയിലെത്തിയായിരുന്നു വിമർശനം, റിയാസിന് മറുപടി പറയേണ്ടി വന്നതുമൊക്കെ ആ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ കടകംപള്ളിയുടേത് അതീവ ഗുരുതരമായ നടപടിയാണ്. ഒരുപക്ഷെ അച്ചടക്ക നടപടി ഇതിന് കടകംപള്ളിക്കെതിരെ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലുള്ള ശക്തമായ വിമർശനമാണ് സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഉള്ളത്. സംസ്ഥാന സമിതിയിലും അംഗങ്ങൾ കടകംപള്ളിയെ അതിരൂക്ഷമായി വിമർശിച്ചാണ് സംസാരിച്ചത്. നമുക്കറിയാം, ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് CPM പരിഗണിക്കപ്പെടുന്നു എന്ന തരത്തിൽ ഉയർന്നു വന്ന പേരുകളിലൊന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷേ ഇപ്പോൾ അത്തരം ഒരു സാഹചര്യം നിലവിലില്ല എന്ന സൂചനകൾ കൂടി നേതാക്കൾ നൽകുന്നു. കടകംപള്ളിയുടെ ഇപ്പോഴത്തെ ഈ പോക്കിൽ, ഈ വിമർശനത്തിൽ വലിയ അതൃപ്തി CPM-ന്റെ നേതൃത്വത്തിലുണ്ട്. തലസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് കടകംപള്ളി സുരേന്ദ്രൻ. സംസ്ഥാന സമിതി അംഗമാണ്, കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നു, നിലവിൽ MLA ആണ്. അത്തരമൊരു നേതാവാണ് ഇത്തരത്തിൽ പാർട്ടി ഭരിക്കുന്ന നഗരസഭയെ പ്രതിക്കൂട്ടിൽ നിർത്തിയെന്ന വിമർശനം, വിലയിരുത്തൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സമിതിയിലും അത് അതേ ഗൌരവത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൽദോ, അരുണ, ഈ വിമർശനമുണ്ടായി കടകംപള്ളിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി കടകംപള്ളി എന്നുള്ള വിമർശനം പറയുമ്പോൾ കടകംപള്ളിയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? അല്ലെങ്കിൽ പുറത്ത് ഔദ്യോഗികമായി പ്രതികരിക്കില്ല എങ്കിൽ പോലും എന്താണ് അതിൽ ഒരു വിശദീകരണമായി പാർട്ടിക്ക് മുന്നിൽ നൽകുക? ഇനി എന്താണ് അടുത്തൊരു ഘട്ടം? കടകംപള്ളിക്ക് മുന്നിൽ എന്താണ് ഇനി അടുത്തൊരു പോകുമ്പോൾ? ഇതിനെങ്ങനെ കടകംപള്ളിക്ക് അതിൽ ഒരു ന്യായീകരണം കണ്ടെത്താൻ കഴിയും? സ്വാഭാവികമായി വിവാദം ഉയർന്നു വന്നതിന് തൊട്ട് പിന്നാലെ കടകംപള്ളി മന്ത്രി റിയാസിനെ അല്ല താൻ വിമർശിച്ചത്, അല്ലെങ്കിൽ റിയാസ് വിമർശിച്ചത് എന്നെ അല്ല എന്ന മറുപടിയുമായി അന്ന് തന്നെ രംഗത്തെത്തിയിരുന്നു. രണ്ടുപേരും നിയമസഭയിൽ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രൻ പങ്കുവച്ചിരുന്നു. പക്ഷേ പലപ്പോഴും നിയമസഭയിൽ ചർച്ച നടക്കുമ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. കടകംപള്ളിയെയും റിയാസും തമ്മിലുള്ള തർക്കമായി പാർട്ടിയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളായി ഇത് അവതരിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വലിയ അതൃപ്തി നേതൃത്വമുണ്ട്. കടകംപള്ളിയെ ഔദ്യോഗികമായ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇടയില്ല. CPM നേതൃത്വം ഒരുപക്ഷെ ഈ വിവാദം ഈ രീതിയിൽ പരസ്യപ്രതികരണം തയ്യാറാകാൻ ഇടയില്ല. പക്ഷേ കടകംപള്ളിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങളിൽ ഈ റിയാസിനെതിരെയും അതുപോലെ തന്നെ നഗരസഭയ്ക്കെതിരെയുമൊക്കെയുള്ള വിമർശനങ്ങളിൽ കടുത്ത അതൃപ്തി നേതൃത്വത്തിനുണ്ട്. അതൊരു നടപടിയിലേക്ക് പോകുമോ എന്ന സൂചനകളും ചില നേതാക്കൾ നൽകുന്നു. പക്ഷേ ഒരു സ്ഥിരീകരണമില്ല. ഒരുപക്ഷെ ഒരു താക്കീതുൾപ്പെടെ നടപടികളിലേക്ക് അധികം വൈകാതെ ഈ കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല. അത്രയധികം പാർട്ടി ഭരിക്കുന്ന ഭരണസമിതിയുള്ള നഗരസഭയ്ക്ക് ഒക്കെ കടകംപള്ളി അവമതിപ്പുണ്ടാക്കിയെന്ന വികാരം
CPM ശക്തമാണ്. അത് ഉന്നത നേതൃത്വം തന്നെ ആ ഉത്തരവിൽ വികാരമുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് സംസ്ഥാന സമിതിയിലുണ്ടായത്, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. സംസ്ഥാന സെക്രട്ടറി തന്നെ റിപ്പോർട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഗൌരവം കൂടും. കടകംപള്ളി ഏതെങ്കിലും പ്രതികരണം തയ്യാറാകുമോ എന്ന കാര്യം ഇനിയും അറിയേണ്ടതുണ്ട്. പക്ഷേ അരുൺ, ഈ കടകംപള്ളിയെ പോലുള്ള മുതിർന്നൊരു നേതാവ്, ആ മുതിർന്നൊരു നേതാവിനെതിരെ ഒരു പാർട്ടി നടപടിയിലേക്കൊക്കെ നീങ്ങി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ ഒരു പരിഗണനയിലേക്ക് ഇരിക്കെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി കടക്കുമോ എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? മാത്രമല്ല, കടകംപള്ളിയുടെ ഒരു സ്വാധീനമുണ്ടല്ലോ, ആ സ്വാധീന മേഖലയെ അത്രമാത്രം ഈ സാഹചര്യത്തിൽ ഈ സമയത്ത് പാർട്ടിക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആ പൊതുവേദിയിലുണ്ടായ പരാമർശങ്ങൾ അതൊരു വിവാദത്തിന് തിരികൊളുത്തി എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അപ്പോഴും അത് പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ അത് ഒതുങ്ങി തീർക്കട്ടെ അല്ലെങ്കിൽ അവസാനിക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് എത്താനല്ലേ സാധ്യത? എൽദോ, തലസ്ഥാന നഗരസഭ CPMന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണസമിതിയാണ്. തലസ്ഥാന നഗരസഭ BJP പിടിക്കുമെന്ന തരത്തിലുള്ള പോക്കായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ. പക്ഷേ അവിടെ നിന്ന് മികച്ച വിജയം ഇടതുമുന്നണി നഗരസഭയിൽ നേടി നിലനിർത്തി. പക്ഷേ ആ ഒരു വിജയത്തിനെ അനുസരിച്ച് നഗരസഭയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നില്ലെന്ന പരാതികൾ ശക്തമാണ്. അത്തരം വിലയിരുത്തലുകളും വിമർശനങ്ങളും ശക്തമാണ്. ആ സാഹചര്യത്തിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ തന്നെ, അതും ജില്ലയെ വർഷങ്ങളായി ഒരു കൈവെള്ളയിൽ എന്ന പോലെ കൊണ്ടു നടക്കുന്ന നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹം മന്ത്രിയായ ഇപ്പോഴൊക്കെ അതിശക്തനായ നേതാവാണ്. ഇപ്പോഴും കടകംപള്ളി CPMന്റെ തലസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നാണ്. അത്തരമൊരു നേതാവ് തന്നെ നഗരസഭയ്ക്കെതിരെ അതും നേരെ വേദിയിലേക്ക് വിമർശിക്കുമ്പോൾ അവിടെയാണ് CPM അതിന്റെ അപകടം കാണുന്നത്. അത് സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പിൽ, അതൊരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം തലസ്ഥാനത്ത് ഇടതുമുന്നണി സാധ്യതകൾക്ക് വലിയ മങ്ങലേൽപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അത് വലിയ പ്രചരണായുധമാക്കി BJPയും കോൺഗ്രസും കൊണ്ടുവരുമെന്നും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു അവസരം ശത്രുക്കൾക്ക് തുറന്നുകൊടുത്തത് കടകംപള്ളിയാണ്. സ്വാഭാവികമായും ജനങ്ങൾക്ക് വിമർശനമുണ്ട്, ഇത് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അത് സർക്കാരുമൊക്കെ അംഗീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നേതാവ് തന്നെ ഇത് നേരെ വേദിയിലെത്തി പറയുമ്പോൾ അതിന്റെ ഒരു ആഴം, അതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. അത്തരമൊരു പരാമർശം നടത്തി അങ്ങനെ വിവാദമുണ്ടാക്കിയ കടകംപള്ളിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. അത് ഒരുപക്ഷെ തലസ്ഥാനത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ പോലും അത്തരമൊരു ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വച്ചു എന്ന സൂചനകളുമുണ്ട്. അതിനെക്കുറിച്ച് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്ത് ചോദിച്ച മറ്റൊരു കാര്യം വളരെ പ്രസക്തമാണ്. കടകംപള്ളിയെ പോലെ ഒരു മുതിർന്ന നേതാവിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ, തെരഞ്ഞെടുപ്പ് വേളയിൽ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ CPMന്റെ സംഘടനാ വെച്ച് നോക്കുമ്പോൾ നേരത്തെയൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി നടപടി ഉണ്ടാകാറില്ല. ഇപ്പോൾ അതുപോലും മാറ്റിവെക്കണം. ഗുരുതരമായ പ്രശ്നമുണ്ടെങ്കിൽ നടപടിയെടുത്തു തന്നെ പോകണമെന്നൊരു അഭിപ്രായം CPM ശക്തമാണ്. അതുകൊണ്ട് കടകംപള്ളിക്ക് നടപടി ഇതുവരെ ഉണ്ടായതായോ അല്ലെങ്കിൽ നടപടിക്ക് വിശദീകരണം ചോദിക്കാൻ അടക്കമുള്ള കാര്യം ഉണ്ടായോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല. പക്ഷേ അങ്ങനെ നടപടി വേണമെന്ന ആവശ്യം CPMൽ ശക്തമാണ്. അത് ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും അരുൺ, വ്യക്തമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വശത്ത് കടകംപള്ളി ആണെങ്കിൽ മറുവശത്ത് ഉള്ളത് അത് മുഹമ്മദ് റിയാസ് ആണ്. ഈ കടകംപള്ളി എന്ന ഒരു മുതിർന്ന നേതാവ് അത് ഇപ്പൊ നടപടി നേരിടുകയാണെന്ന് ഇരിക്കട്ടെ, അപ്പോൾ പോലും അത് വലിയൊരു തരത്തിൽ വേറൊരു രാഷ്ട്രീയ വ്യാഖ്യാനത്തിനോ രാഷ്ട്രീയ വിവാദത്തിനോ ചർച്ചകൾക്കൊക്കെ വഴിനിൽക്കില്ലേ? കാരണം മറുവശത്ത് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളെങ്കിലും മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് അല്ലെങ്കിൽ അതിന് പരിഗണന ലഭിക്കുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യത്തിലെങ്കിലും മുഹമ്മദ് റിയാസും കടകംപള്ളിയും രണ്ടുപേരും ആ പൊതുവേദിയിലുണ്ടായ ഒരു വാക്പോരായതുകൊണ്ട് തന്നെയാണ് എന്റെ ഒരു സംശയം. കാരണം അത് ഏത് തരത്തിലാണ് പ്രതിപക്ഷവും രാഷ്ട്രീയ മറ്റ് പ്രതിയോഗികളും ഉപയോഗിക്കുക എന്നുള്ള ഒരു ആശങ്കയും CPMനുണ്ടാകില്ലേ? എൽദോ, കടകംപള്ളി സുരേന്ദ്രൻ CPMന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. 3 തവണ MLA ആയ ആളാണ്, മന്ത്രിയായ ആളാണ്, തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം. പക്ഷേ സംസ്ഥാന സമിതി അംഗം, CPMന്റെ സംസ്ഥാന സമിതി അംഗം മാത്രമാണ്. മുഹമ്മദ് റിയാസ് പാർട്ടിയിൽ അദ്ദേഹത്തെക്കാൾ ഉയർന്ന തലത്തിലുള്ള, ഉയർന്ന ഘടകത്തിലുള്ള നേതാവാണ്. സംസ്ഥാന മന്ത്രിയാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അത്തരമൊരു നേതാവാണ് എതിർവശത്തുള്ളതെന്നുള്ളത് കടകംപള്ളിയുടെ ഒരുപക്ഷെ രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനത്തിന് അപ്പുറത്തേക്ക് സംഘടനാപരമായി നോക്കുമ്പോൾ കടകംപള്ളിയേക്കാൾ ഉയർന്ന തലത്തിലുള്ള നേതാവാണ് മുഹമ്മദ് റിയാസ്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി അംഗമാണ്. മാത്രമല്ല മുഹമ്മദ് റിയാസിനെ അല്ല കടകംപള്ളി ആദ്യഘട്ടത്തിൽ വിമർശിക്കുന്നത്, നഗരസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് കൂടി ചേർന്ന് നടപ്പാക്കുന്ന സ്മാർട്ട് റോഡ് പദ്ധതിയുമാണ്. അവിടെയാണ് അതിന് പ്രതിരോധവുമായി
മുഹമ്മദ് റിയാസ് എത്തിയത്. മുഹമ്മദ് റിയാസ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന വ്യക്തി അല്ലെങ്കിൽ ആ കാര്യത്തെ വിമർശനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിമർശനം മറുപടിയല്ല പറഞ്ഞത്, പകരം നഗരസഭയെ വിമർശിച്ചതിനും ഈ സ്മാർട്ട് റോഡ് പദ്ധതി വിമർശിച്ചതിനുമുള്ള മറുപടിയാണ് മുഹമ്മദ് റിയാസ് പരോക്ഷമായി ഒരു പൊതുവേദിയിൽ നൽകിയത്. പരോക്ഷമാണ് എന്നുള്ളത് വ്യക്തമാണ്, പക്ഷേ അത് കൃത്യമായി ലക്ഷ്യമിട്ടത് കടകംപള്ളി സുരേന്ദ്രനെയായിരുന്നു. അങ്ങനെ ഒരു തർക്കം ഉണ്ടാക്കാൻ ഇടയായത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാദത്തിന് തിരികൊളുത്തിയത് കടകംപള്ളി സുരേന്ദ്രനാണ്. സ്വാഭാവികമായും ഒരു വികസന സെമിനാറിൽ വികസനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കാം. അതിനപ്പുറത്തേക്ക് മേയറെ വേദിയിലെത്തി CPM ഭരിക്കുന്ന ഒരു നഗരസഭയ്ക്കെതിരെ ആ രീതിയിലുള്ള വിമർശനം കടകംപള്ളി ഉന്നയിച്ചത് അംഗീകരിക്കാനാകുന്ന നിലപാടാണ് CPM. അവിടെ ഒരുപക്ഷെ ഈ ബന്ധുത്വത്തിനൊക്കെ അപ്പുറത്തേക്ക് സംഘടനാപരമായ ഒരു വലിയ വീഴ്ചയായി കൂടി CPM അത് കാണുന്നുണ്ട്. അത് വ്യക്തമാക്കുന്നതാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വെച്ച റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളും. അവിടെ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് പല ആയുധങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളൊക്കെ സ്വാഭാവികമായി മുഹമ്മദ് റിയാസിന് ഉന്നയിക്കാം. പക്ഷേ സംഘടനാപരമായി നോക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനേക്കാൾ ഒരു പടി മുകളിലാണ് മുഹമ്മദ് റിയാസ് എന്ന CPM സംസ്ഥാന സെക്രട്ടറി അംഗത്തിന്റെ സ്ഥാനം. ഓക്കെ, എന്താണ് BV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ അതൊരു ചർച്ചയാകാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ് BV അരുൺ നൽകിയത്. നമ്മൾ വീണ്ടും കോവളത്തെ കാഴ്ചകളിലേക്ക് മടങ്ങിയെത്തിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ